നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് സിനിമ ഇറങ്ങിയിട്ട്. ശനിയാഴ്ചയാണ്. ഒരു സൂപ്പർ സാറ്റർഡേ ആയിട്ട് അതിൻ്റെ ബുക്കിംഗ് നിലവാരമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓരോ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലെയും ഫാസ്റ്റ് ബില്ലിങ്ങും അതുകൂടാതെ ഇന്നലെ വരെ 2 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നേടിയ നേട്ടവും ഒക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ബുക്കിംഗ് നിലവാരത്തിലേക്ക് ഒന്ന് പോകാം. ഇന്നലെ വെറും 60 ഷോ മാത്രം ഫാസ്റ്റ് ബില്ലിംഗ് ആയിരുന്നു രാവിലെ കാണാൻ സാധിച്ചത് കൊച്ചി സിറ്റിയിൽ. ഇന്നത് 150 ഷോയിലധികം ഫാസ്റ്റ് ബില്ലിംഗ് ആണ്. ഓറഞ്ച് മയം കത്തിയിരിക്കുന്നതാണ് കൊച്ചി സിറ്റിയിൽ മാത്രം കാണാൻ സാധിക്കുന്നത്. ഇന്നലെ കേരളം ഒട്ടാകെ രാവിലെ 10 മണിക്ക് നോക്കിയപ്പം 200 ഷോ മാത്രമായിരുന്നു ഫാസ്റ്റ് ബില്ലിംഗ്. ഇന്നത് കൊച്ചി സിറ്റിയിൽ നിന്ന് മാത്രം കേരളത്തിലെ മൊത്തത്തിലുള്ള ഫാസ്റ്റ് ബില്ലിംഗ് കൗണ്ട് നമുക്ക് തൂത്തുവാരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ട്രിവാൻഡ്രത്താവട്ടെ 65 ഷോയോളം ഫാസ്റ്റ് ബില്ലിംഗ് കാണുന്നുണ്ട്. ഇന്നലത്തേതിലും ഇരട്ടിയായി. കോഴിക്കോട് 44 ഷോയോളം ഫാസ്റ്റ് ബില്ലിംഗ് ഇന്ന് കാണുന്നുണ്ട്. തൃശ്ശൂർ 30 ഷോയോളം, കൊല്ലത്ത് 25 ഷോയോളം ഫാസ്റ്റ് ബില്ലിങ്ങും, ആലപ്പുഴയിൽ 6 ഷോയോളം ഫാസ്റ്റ് ബില്ലിംഗ്, കോട്ടയത്ത് 7 ഷോയോളം ഫാസ്റ്റ് ബില്ലിംഗ്, പത്തനംതിട്ടയിൽ 4 ഷോയോളം ഫാസ്റ്റ് ബില്ലിംഗ്. അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ 400 ഷോയിലധികം ഫാസ്റ്റ് ബില്ലിംഗ്. ഇപ്പോൾ ഈ 11:30-12 മണി സമയത്ത് ഉച്ച സമയത്ത് നോക്കുമ്പോൾ തന്നെ ഫാസ്റ്റ് ബില്ലിംഗ് നമുക്ക് ഇന്നത്തെ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ അത് വെറും 200 ഷോ മാത്രമായിരുന്നു രാവിലെ നോക്കിയപ്പോൾ. ഇന്നലത്തെ രാവിലത്തെ ഫാസ്റ്റ് ബില്ലിംഗ് ഇന്നലെ രാവിലെ നോക്കിയ ടൈമിൽ കാണാൻ സാധിച്ച് ഇന്ന് അതിൻ്റെ ഇരട്ടിയിലധികം ഫാസ്റ്റ് ബില്ലിംഗ് കൗണ്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് എന്നും തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണാനായിട്ട് ജനപ്രളയം തന്നെ എന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 15 ഷോ മാത്രമായിരുന്നു ബാംഗ്ലൂർ സിറ്റിയിൽ ഫാസ്റ്റ് ബില്ലിംഗ് എങ്കിൽ ഇന്ന് അത് 60 ഷോയോളം ഫാസ്റ്റ് ബില്ലിംഗ് ആണ് ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം കാണുന്നത്. ചെന്നൈ സിറ്റിയിൽ 30 ഷോയോളം ഫാസ്റ്റ് ബില്ലിങ്ങും ഹൈദരാബാദിൽ 8 ഷോയോളം ഫാസ്റ്റ് ബില്ലിംഗ് ആണ് കാണുന്നത്. അങ്ങനെ കേരളത്തിന് പുറത്ത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 120 ഷോയോളം ഫാസ്റ്റ് ബില്ലിംഗ് ആണ് നമുക്ക് ഈ മൂന്നാമത്തെ ശനിയാഴ്ച ദിവസം കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ദിവസം മൊത്തം 520 ഷോയിലധികം ഫാസ്റ്റ് ബില്ലിംഗ് ആണ് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ഈ ഉച്ച സമയം വരെയുള്ള കണക്ക് നോക്കുമ്പോൾ കാണുന്നത്. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ ഇനി ഫാസ്റ്റ് ബില്ലിങ്ങിന്റെ കൗണ്ട് കൂടാനേ സാധ്യതയുള്ളൂ. റെക്കോർഡ് ഫാസ്റ്റ് ബില്ലിംഗ് തന്നെ എന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. ആവേശം സിനിമ റിലീസായ ടൈമിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ടിക്കറ്റുകൾ ഈ സിനിമയ്ക്ക് ഇപ്പം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിറ്റുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആവേശം സിനിമ ഓപ്പണിംഗ് ഡേയിൽ നേടിയത് 3.5 കോടി രൂപയായിരുന്നു. ഇത് പക്ഷേ ഓപ്പണിംഗ് ഡേയിൽ 3,80,00,000 രൂപയോളം കേരള കളക്ഷനായിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസമായ ഇന്നലെ 4 കോടി രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം 7.8 കോടി 7,80,00,000 രൂപയോളം 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം കളക്ഷനായിട്ട് സ്വന്തമാക്കി. രണ്ടാമത്തെ ദിവസം ആവേശം സിനിമയ്ക്ക് 3.5 കോടി ഓപ്പണിംഗ് ഡേയേക്കാൾ കുറച്ച് കുറയുന്നതായിരുന്നു കാണാൻ സാധിച്ചെങ്കിൽ ഇതിന് നേരെ തിരിച്ച് വലിയൊരു മാർജിനിലുള്ള കുതിച്ചുചാട്ടം തന്നെ കാണാൻ സാധിക്കും. ഇന്നൊരു 5 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാവട്ടെ ആദ്യത്തെ ദിവസം 17 ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ ഇന്നലെ അത് 20 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി. മൊത്തം 37 ലക്ഷം രൂപയാണ് 2 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. കർണാടകയിൽ 30 ലക്ഷം രൂപയായിരുന്നു ഒന്നാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം 40 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ ഉണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് 70 ലക്ഷം രൂപയോളം കളക്ഷനാണ് കർണാടകയിൽ നിന്നും സ്വന്തമാക്കിയത്. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 10 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ ദിവസം കളക്ഷനായിട്ട് നേടിയതെങ്കിൽ രണ്ടാമത്തെ ദിവസം 15 ലക്ഷം രൂപയോളം കളക്ഷൻ നേടി. മൊത്തം 28 ലക്ഷം രൂപയായിരിക്കണം ബാക്കി എല്ലാ സംസ്ഥാനത്തെയും കൂടെ. അങ്ങനെ മൊത്തം ഇന്ത്യ ഒട്ടാകെ ഇന്നലെ ഒന്നാമത്തെ ഓപ്പണിംഗ് ഡേയിൽ നേടിയത് 4,40,00,000 രൂപ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച നേടിയത് 4,70,00,000 രൂപയോളം കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ 2 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 9,10,00,000 രൂപയായിരിക്കുമാണ്. വിദേശ കളക്ഷൻ ആവട്ടെ 3.25 കോടി രൂപയായിരുന്നു ഓപ്പണിംഗ് ഡേയിൽ. രണ്ടാമത്തെ ദിവസം 3,80,00,000 രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് വിദേശ കളക്ഷൻ 7,60,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ ദിവസം 8,15,00,000 രൂപയായിരുന്നു ഒന്നാമത്തെ ദിവസം നേടിയതെങ്കിൽ രണ്ടാമത്തെ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ 8.5 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ 16,65,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും റെക്കോർഡ് മുന്നേറ്റം തന്നെ തുടരുന്ന ഈ സിനിമ ഇന്നത്തെ കളക്ഷൻ എന്തായാലും ഒരു 10 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കളക്ഷനോടുകൂടി 25 കോടിയും കഴിഞ്ഞ് നാളത്തെ കളക്ഷനോടുകൂടി ഒരു 35-40 കോടി റേഞ്ചിൽ വരെയും കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി 50-60 കോടിയിലൊന്നും നിൽക്കത്തില്ല, 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം. എന്തായാലും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് റെക്കോർഡ് മുന്നേറ്റമായിട്ട് പോകുന്ന ഗുരുവായൂർ അമ്പലനടയിൽ ഒരുപാട് മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.